പല്ലിയുടെ മുട്ട നിങ്ങൾ കണ്ടിട്ടുണ്ടോ? മുട്ടയിട്ട ദിവസം ആ മുട്ട പൊട്ടിച്ചാൽ ആ മുട്ടയ്ക്കകത്ത് അല്പം വെള്ളം പോലത്തെ ദ്രാവകം മാത്രമേ ഉണ്ടാവൂ. കൃത്യം 11 ദിവസം കൊണ്ട് ആ ദ്രാവകം പല്ലിയായി മാറും. എത്ര ബയോകെമിക്കലായി ചേഞ്ചാണ് ആ മുട്ടയ്ക്കകത്തുനിന്ന് ഉണ്ടാകുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഒരു കോഴി മുട്ടയിട്ട് കഴിഞ്ഞാൽ 21-ാം ദിവസം കൊക്കുള്ള, നഖങ്ങളുള്ള, കാലുകളുള്ള, ചിറകുകളുള്ള ഇറച്ചി വെച്ച ഒരു കോഴിക്കുഞ്ഞ് പുറത്തു വരും. ആ ചിത്രം ജസ്റ്റ് ഒന്ന് ചിന്തിച്ചു നോക്കിയേ. ഒരു വിരിയാറായ കോഴിമുട്ട, വിരിയാറായ താറാവ് മുട്ട കുളക്കടവിൽ കൊണ്ടുപോയി വെള്ളത്തിൻ്റെ അടുത്ത് വെക്കുക. എന്നിട്ട് ദൂരെ നിന്ന് മാറി നോക്കുക. കോഴിമുട്ട പൊട്ടിച്ച് കോഴിക്കുഞ്ഞ് പുറത്തു വരും. അതുപോലെ താറാമുട്ട പൊട്ടിച്ച് താറാക്കുഞ്ഞ് പുറത്തു വരും. 2 കുഞ്ഞുങ്ങളും വെള്ളത്തിലേക്ക് നോക്കുന്നുണ്ടാകും. കോഴിക്കുഞ്ഞ് വെള്ളത്തിലേക്ക് നോക്കി പേടിച്ച് പുറകിലേക്ക് പോകും. പക്ഷേ താറാക്കുഞ്ഞിനറിയാം വെള്ളത്തിൽ ചാടിയാൽ മുങ്ങില്ലെന്ന്. 2ഉം മുട്ടയ്ക്കകത്ത് നിന്നുണ്ടായതാണ്. എങ്ങനെയാണ് താറാവിൻ്റെ കുഞ്ഞിന് ആ അറിവുണ്ടായത്? വെള്ളത്തിൽ ചാടിയാൽ മുങ്ങില്ലെന്ന് എങ്ങനെ അതിന് മനസ്സിലായി? വെള്ളത്തിൽ ചാടരുതെന്ന് ആരാണ് ഈ വിവരം കൊടുത്തത്? ചിന്തിച്ചിട്ടുണ്ടോ? വിവരിക്കാൻ സാധിക്കില്ല അത്. പശുക്കുട്ടിയെ അല്ലെങ്കിൽ പശുവിനെ ഒരു വലിയ പുൽമേടയിൽ മേയമിടുക. ആ പശു തിന്നുന്ന പുല്ലുകൾ മുഴുവനും നോക്കിയിരിക്കുക. ആ പശു ഒരിക്കലും കമ്മ്യൂണിസ്റ്റ് പച്ച തിന്നില്ല. എന്താ കാരണം? പശു കോൺഗ്രസ്സുകാരനായതുകൊണ്ടാണോ? അല്ലല്ലോ. പുൽമേട്ടിൽ ആരെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോ? അതുമില്ല. പക്ഷേ അതിൻ്റെ തലച്ചോറിൽ അത് എഴുതി വെച്ചിട്ടുണ്ട്. ആ അറിവിനെയാണ് ദൈവീക രഹസ്യം എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു ഭാഗം ആത്മചൈതന്യവുമായി നമ്മളിലുമുണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ ഹൃദയം പ്രവർത്തിക്കുന്നത്. കാനഡയിൽ ആർട്ടിക് സമുദ്രത്തിൻ്റെ അടുത്ത് ഒരു സ്ഥലമുണ്ട്. അവിടെ സാൽമൺ മത്സ്യം വന്ന് മുട്ടയിടാറുണ്ട്. ആ മുട്ട വിരിഞ്ഞ് കുഞ്ഞുങ്ങൾ സാൽമൺ ക്രീക്ക് ആർട്ടിക് സമുദ്രത്തിൽ നിന്ന് താഴത്തേക്ക് വന്ന് പസഫിക് സമുദ്രത്തിലേക്ക് പോയി നേരെ സൗത്ത് അമേരിക്കയുടെ താഴെക്കൂടെ സൗത്ത് ആഫ്രിക്ക കടന്ന് അറ്റ്ലാന്റിക് സമുദ്രവും കടന്ന് സൗത്ത് ആഫ്രിക്കയും കടന്ന് സൗത്ത് അമേരിക്കയും കടന്ന് പസഫിക് സമുദ്രവും കടന്ന് വീണ്ടും ആർട്ടിക് സമുദ്രത്തിലെ സാൽമൺ ക്രീക്കിൽ 3 വർഷം കഴിഞ്ഞ് തിരിച്ചെത്തും. അപ്പോൾ ആ മത്സ്യക്കുഞ്ഞ് ഒരു വലിയ സാൽമൺ മത്സ്യമായി മാറിയിട്ടുണ്ടാവും ഈ 3 വർഷത്തിനകത്ത്. അവിടെ വന്ന് അത് മുട്ടയിടും. അതിനുശേഷം തലയടിച്ച് ചത്തുപോകും. ഏതാണ്ട് 32 ലക്ഷം ടൺ സൽമാൻ മത്സ്യക്കുഞ്ഞുങ്ങൾ ഒരു സീസണിൽ മരിക്കും. ആ സമയം മുഴുവൻ സൽമാൻ ഫിഷിനെയും തിന്നാനായി ആ പ്രദേശം മുഴുവൻ കരടികളായിരിക്കും. ഈ സാൽമൺ മത്സ്യത്തോട് അവിടെ നിന്ന് വിരിഞ്ഞ് ന്യൂസിലൻഡിൽ വരെ പോയി തിരിച്ച് ഇവിടെ വന്ന് മുട്ടയിട്ട് തല തല്ലി ചാവണമെന്ന് പറഞ്ഞത് ആരാണ്? വിശ്വസിച്ചാലും ഇല്ലെങ്കിൽ ഈ ശരീരത്തെ മൊത്തം നിയന്ത്രിക്കുന്ന ഒരു ശക്തിയുണ്ട്. കണ്ണിന് കാഴ്ച നൽകുന്ന ശക്തി, ചെവിയെ കേൾപ്പിക്കുന്ന ശക്തി, നാക്കിന് സംസാരിക്കാനും സ്വാദറിയാനും സഹായിക്കുന്ന ശക്തി. ഞാനും ദൈവത്തിൻ്റെ ചൈതന്യത്തിൻ്റെ ഭാഗമാണ്. നിങ്ങൾ ദൈവത്തിൻ്റെ ചൈതന്യത്തിൻ്റെ ഒരു ഭാഗം മാത്രമാണ് നമ്മൾ ഓരോരുത്തരും. നമ്മൾ എത്ര അന്ധവിശ്വാസികളാണ് അല്ലെങ്കിൽ നിരീശ്വരവാദികളാണെന്ന് പറഞ്ഞാലും ദൈവത്തിൻ്റെ ഒരു ചൈതന്യം നമ്മൾ ഓരോരുത്തരിലും നിറഞ്ഞു നിൽപ്പുണ്ട്. നമ്മൾ മനുഷ്യരാണ്, മനുഷ്യ കുഞ്ഞുങ്ങളാണ്. നമ്മൾ ഈ രീതിക്കാണ് പെരുമാറേണ്ടത്. അല്ലെങ്കിൽ അങ്ങനെയാണ് നമ്മളെ ഇഴജന്തുക്കളെപ്പോലെ പെരുമാറാൻ പാടില്ല, മൃഗങ്ങളെപ്പോലെ പെരുമാറാൻ പാടില്ല, ഞാനൊരു മൃഗമല്ല എന്നൊക്കെ കുഞ്ഞിലെ നമ്മളെ മനസ്സിലാക്കി തരുന്നതോ അല്ലെങ്കിൽ അമ്മിഞ്ഞ പാല് വലിച്ചു കുടിച്ച് അല്ലെങ്കിൽ തുടക്കത്തിൽ തന്നെ ഒരു കുഞ്ഞായി ജനിക്കുന്ന സമയത്ത് തന്നെ അവൻ വിരല് ചൂമ്പി തുടങ്ങും. അത് കഴിഞ്ഞാൽ അവന് അമ്മിഞ്ഞയുടെ മാധുര്യം തിരിച്ചറിയുന്നുണ്ട്. അമ്മിഞ്ഞപ്പാൽ അവൻ വലിച്ചു കുടിക്കുന്നുണ്ട്. അത് ആരെങ്കിലും പറഞ്ഞു കൊടുത്തിട്ടാണോ? ജസ്റ്റ് ഒന്ന് വായി കൊടുക്കുമ്പോൾ തന്നെ അവൻ ചൂപ്പാൻ തുടങ്ങും. അത് ആരെങ്കിലും പറഞ്ഞു കൊടുത്തിട്ടാണോ? ഒരിക്കലുമല്ല. അപ്പോൾ ഓരോ മനുഷ്യനിലും ഓരോ മൃഗത്തിലും ദൈവത്തിൻ്റെ ചൈതന്യം നിറഞ്ഞു നിൽപ്പുണ്ട്. ഞാനൊരു കമ്മ്യൂണിസ്റ്റുകാരിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാനൊരു നിരീശ്വരവാദി എന്നല്ല അതിനർത്ഥം.
എന്നിൽ, എൻ്റെ പ്രവൃത്തികളിൽ, എൻ്റെ ചിന്തകളിൽ, എൻ്റെ വാക്കുകളിൽ, എൻ്റെ എല്ലാ പ്രവൃത്തികളിലും ദൈവ ചൈതന്യം, ദൈവത്തിൻ്റേതായിട്ടുള്ള ചൈതന്യം നിറഞ്ഞു നിൽപ്പുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് ഇങ്ങനെ ജീവിക്കുവാനോ അല്ലെങ്കിൽ ഇങ്ങനെ പ്രവർത്തിക്കുവാനോ സാധിക്കില്ല. അതുപോലെ തന്നെയാണ് നിങ്ങൾ ഓരോരുത്തരും. നമ്മുടെ വിശ്വാസങ്ങളിലൂടെ നമ്മൾ ജീവിച്ചു പോകുന്നു. അവിടെ കറുത്തവനെന്നോ വെളുത്തവനെന്നോ ഏത് ജാതിയെന്നോ ഏത് മതമെന്നോ ഒന്നുമില്ല. പക്ഷേ ദൈവത്തിൻ്റെ ചൈതന്യം നമ്മളിലുണ്ട്, നിറഞ്ഞു നിൽപ്പുണ്ട്. അതാണ് നമ്മുടെ സൃഷ്ടി. നമ്മുടെ തലച്ചോറ് അല്ലെങ്കിൽ നമ്മുടെ ഒരു ശരീരഭാഗം, നമ്മുടെ മേൽ കാണുന്ന സ്കിന്ന്, തൊലി, ഈ തൊലിയോ ആ ശരീരഭാഗത്തിൻ്റെ ആ മാംസമോ മാറ്റിയിട്ട് അതിൻ്റെ ഉള്ളിൽ, നമ്മുടെ ഉള്ളിൽ ക്രമീകരിച്ചിരിക്കുന്ന, നമ്മുടെ ശരീരത്തിനുള്ളിൽ ക്രമീകരിച്ചിരിക്കുന്ന, ഞാൻ താഴെ ആ ഫോട്ടോ കൊടുക്കാം, ഈ വീഡിയോയുടെ കൂടെ തന്നെ ആ ഒരു ഫോട്ടോയും കൂടെ കൊടുക്കാം. നിങ്ങൾ നോക്കി ഒരു മനുഷ്യനെ എങ്ങനെ ഏത് രീതിയിലാണ് നിർമ്മിച്ച് വച്ചിരിക്കുന്നതെന്നും വല്ലാത്തൊരു കഴിവ് തന്നെയാണ്. അതിന് സയൻസ് അല്ല, നമ്മളൊക്കെ വിശ്വസിക്കുന്ന സയൻസ് അല്ല ആദ്യമേ നമ്മളെ സൃഷ്ടിച്ചത്. അതിലോട്ടൊന്നും ഞാൻ കടക്കുന്നില്ല. അപ്പോൾ നമ്മൾ ഓരോരുത്തരിലും ദൈവത്തിൻ്റെ ചൈതന്യം നിറഞ്ഞു നിൽപ്പുണ്ട്. അത് യേശുവാണോ, അയ്യപ്പനാണോ, നബിയാണോ എന്ന് ചോദിച്ചാൽ ഇവിടെ അതിനുത്തരം പറയാൻ ഞാൻ ആളല്ല. അവരവരുടെ വിശ്വാസമാണ്, അവരവരുടെ ജാതിയും മതവും മറ്റു കാര്യങ്ങളും. ഞാൻ വിശ്വസിക്കുന്നത് യേശുവിനെയാണെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്നത് ചിലപ്പോൾ നബിയായിരിക്കാം, ഇല്ലെങ്കിൽ നമ്മുടെ അയ്യപ്പനെ ആയിരിക്കാം. അപ്പോൾ അവരവരുടെ വിശ്വാസത്തിൽ എന്തായാലും ഒരു ദൈവം നിറഞ്ഞു നിൽപ്പുണ്ട്. ആ ദൈവത്തിൻ്റെ ചൈതന്യം നമ്മൾ മനുഷ്യരാണെങ്കിൽ, നമ്മൾ മൃഗങ്ങളാണെങ്കിൽ, നമ്മൾ ഇഴജന്തുക്കളാണെങ്കിൽ പോലും നമ്മുടെ ഉള്ളിൽ നിറഞ്ഞു നിൽപ്പുണ്ട്. അത് നമ്മൾ അറിയാതെ പോകരുത്. ഞാനൊരു നിരീശ്വരവാദിയാണ്, അല്ലെങ്കിൽ എനിക്ക് ദൈവങ്ങളിൽ, അല്ലെങ്കിൽ ഞാനൊരു അന്ധവിശ്വാസിയാണെന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അന്ധവിശ്വാസങ്ങൾക്ക് വിട പറഞ്ഞുകൊണ്ട് ദൈവവിശ്വാസത്തിൽ, ദൈവപ്രവൃത്തിയിൽ മുന്നേറുക. അവിടെ ഐക്യത ഉണ്ടാകും.